ഓക്കെ ആസിമെ, ആ, നമുക്ക് ആസിമിന് ആദ്യമായിട്ട് നല്ലൊരു അഭിനന്ദനങ്ങൾ സുപ്രഭാതത്തിൻ്റെ പേര് നേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സാമിലേക്ക് വന്ന ഒരു സമയത്ത്? ഇപ്പം അടുത്താണ് MJ സ്കൂളിലേക്ക് മാറുന്നത് അല്ലേ? ആസിമിൻ്റെ ഒരു ചരിത്രം കൂടിയുണ്ട്. സ്വന്തം നാട്ടിൽ LP സ്കൂളായിരുന്നു, അത് UP സ്കൂളാക്കി മാറ്റണം എന്ന ഒരു സമരമുഖത്തുണ്ടായി. അങ്ങനെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ ആസിമിൻ്റെ കത്ത് കണ്ട് ആ സ്കൂൾ ആസിമിന് വേണ്ടി, ആ നാട്ടുകാർക്ക് വേണ്ടി UP സ്കൂളാക്കി മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് ആ ആസിമിൻ്റെ ഒരു പരിശ്രമം അവിടെ മാത്രം നിന്നില്ല. പിന്നീട് ആസിം SSLCക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹയർ സ്റ്റഡിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഹൈസ്കൂളിന് വേണ്ടി നമ്മൾ MJHSSലേക്ക് പോവാണ് അല്ലേ? അവിടെ മുതലാണ് നമുക്ക് കഥ അറിയേണ്ടത്. ആസിമിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളും ആസിമിൻ്റെ ഈ ഒരു അവസ്ഥയും ഒക്കെ ഒരു പക്ഷേ നമ്മൾക്ക് പോലും ഇത്ര ഏകദേശം ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്കൂളിലാണ് ആസിം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയം കരസ്ഥമാക്കി. ഇപ്പം എന്ത് തോന്നുന്നു? അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഞാൻ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് 8-9 പഠിക്കാൻ കാരണം 10ാം ക്ലാസ്സിലേക്ക് MJ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം 4 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. അപ്പം ഞാൻ എങ്ങനെ SSLCയിൽ മാർക്ക് വാങ്ങുന്നൊക്കെ ചെറിയൊരു പേടിയൊക്കെ അന്നുണ്ടായിരുന്നു. കാരണം എങ്ങനെ പഠിക്കേണ്ട ഒരു ബേസിൽ കാരണമുണ്ട്. അങ്ങനെ സ്കൂളിൽ ചെന്നു. സ്കൂളിലെത്തിയ സമയത്ത് ഫ്രണ്ട്സുകളും ടീച്ചേഴ്സൊക്കെ വളരെയധികം സപ്പോർട്ടായിട്ട് കൂടെ നിന്നു. അങ്ങനെ അവർ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നവരെ വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, എന്തായിരിക്കും എൻ്റെ റിസൾട്ട്. എല്ലാവരും പോലെ തന്നെ വലിയൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും. എന്താ റിസൾട്ട് വരിക, എനിക്ക് എത്ര പ്ലസ് കിട്ടുമെന്നൊക്കെ ഒരു വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് നല്ലൊരു വിജയത്തോടു കൂടിയിട്ട് ഞാൻ പ്രതീക്ഷിച്ച അതേ മാർക്കല്ല, അതിനകത്ത് കുറച്ച് കൂടുതലാണ് ശരി പറഞ്ഞാൽ കിട്ടിയിട്ടുള്ളത്. ഞാൻ പാസ്സാവാത്ത വിഷയം പോലും എനിക്ക് A+ വാങ്ങാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ട് തോന്നാൻ പറ്റിയത്. ഞാൻ എൻ്റെ സ്കൂളിൽ പോയ സമയത്ത് ആദ്യത്തെ പരീക്ഷകളിൽ എനിക്ക് മാത്സിലൊക്കെ പാസ്സാവുക പോലും ഇല്ലായിരുന്നു. ആ ഒരു വിഷയത്തിൽ ഒരു A+ കിട്ടിയ സമയത്ത് എനിക്കുണ്ടായൊരു ഞാൻ ഭയങ്കര ത്രില്ലറായി പോയി. അപ്പം ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ എക്സാം എഴുതിയത് കാലുകൊണ്ടാണോ അല്ലെങ്കിൽ? ഞാൻ ഫൈനൽ എക്സാം മാത്രം എനിക്ക് സ്ക്രൈബ് ഉണ്ടായിരുന്നു. എനിക്ക് കൈമ വെച്ച് എഴുതുന്ന ഒരു കാരണത്താൽ സ്ക്രൈബിന് വെച്ചാണ്. ബാക്കിയൊക്കെ എക്സാമും ഞാൻ കാലുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. യാസിമിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ ഖുർആൻ 30 ജുസ് മനപാഠമാക്കിയ ഒരാൾ കൂടിയാണ് കേട്ടോ. ആ കഥ കൂടി പറയോ? ഞാൻ ഖുർആൻ മനപ്പാഠമാക്കണമെന്ന് എനിക്ക് ചെറുപ്പം മുതലൊരു ആഗ്രഹമായിരുന്നു. എൻ്റെ ഉപ്പ ഹാഫിളാണ്. അതുകൊണ്ട് മാത്രമല്ല, ഖുർആൻ മനപ്പാഠമാക്കിയാൽ കിട്ടുന്ന ഗുണങ്ങളൊക്കെ വെച്ച് എനിക്ക് ആഗ്രഹം തോന്നിയതാണ്. അത് സാധ്യമാക്കാൻ പറ്റിയത് ഈ കഴിഞ്ഞ കൊറോണ സമയത്താണ്. ഞാൻ വീട്ടിലായ സമയത്ത് എൻ്റെ ഉപ്പ വീട്ടിലായിരുന്നു. അപ്പം ഉപ്പാനോട് പറഞ്ഞു എനിക്ക് ഖുർആൻ പഠിക്കണം. അപ്പം എൻ്റെ താല്പര്യം ഉപ്പ മനസ്സിലാക്കി ഉപ്പ കൂടെ നിന്നു. അങ്ങനെയാണ് ഹാഫിളായത്. ഈ ഖത്തർ ലോകകപ്പിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഖത്തർ ലോകകപ്പിലേക്ക് എത്തുന്നത് അതും ഞാൻ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് കുറേ മുമ്പേ എൻ്റെ നാട്ടിലൊരു ഖത്തർ അമേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം എൻ്റെ നാടിൻ്റെ അടുത്ത പ്രദേശത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രോഗ്രാമിന് ഒരു ഘടനയായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവിടെ എത്തിയ സമയത്ത് എൻ്റെ സംഘാടകരെന്ന് പറഞ്ഞു, ഞങ്ങൾ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പം അന്ന് എനിക്ക് ഈ ഖത്തർ വേൾഡ് കപ്പ് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഏതായാലും ആരുടെ ആഗ്രഹമല്ലേ, ഞാൻ പറഞ്ഞു. അങ്ങനെ ഖത്തർ വേൾഡ് കപ്പ് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ കോങ്കോ എന്ന് പറഞ്ഞു. ഖത്തറിലുള്ള മുസ്താഖ എന്ന് പറയും, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം കോങ്കോ എന്ന് പറഞ്ഞു. അങ്ങനെ
അത് പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയാണ് കുറേ കാലത്തിന് ശേഷം ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം വിളിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഖത്തർ വേൾഡ് കപ്പ് കിട്ടുന്നത്. ഇപ്പോൾ ഒളിമ്പിക്സ് നീന്തൽ മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ട് അല്ലേ? എവിടെ എത്തി? ഇപ്പം ഒളിമ്പിക്സിൽ ഞങ്ങളൊരു പാരാലിമ്പിക്സാണ്, ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ളൊരു ഒളിമ്പിക്സാണ്. അപ്പോൾ അതിൽ സ്വിമ്മിങ്ങിൽ സ്റ്റേറ്റിൽ മത്സരിച്ചു. പിന്നെ അത് 3 ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ നാഷണലിലേക്ക് ഇവിടെ മധ്യപ്രദേശ് വെച്ച് നടന്ന നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ അതിലും അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് 3 ഗോൾഡ് മെഡൽ എനിക്ക് സ്വന്തമാക്കാൻ പറ്റി. ഇപ്പോൾ ഇൻഷാ അല്ലാ അത് കഴിഞ്ഞിട്ട് ഇനി ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം പാരീസ് പാരാലിമ്പിക്സിലേക്ക് യോഗ്യത കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതിന് മത്സരിക്കണം. ആസിം കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തെ കുത്തിയൊലിപ്പിച്ച് ഒഴുകിയിരുന്ന ഒരു പുഴയാണ് പെരിയാർ പുഴ അല്ലേ? പെരിയാറിലല്ലേ നീന്തി കിടന്നത്? കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ അല്ലേ? ഈ പെരിയാർ പുഴ ഇക്കരെ നിന്ന് അക്കരയ്ക്ക് നീന്തി കടന്നൊരു വ്യക്തി കൂടിയാണ്. ആ കഥ കൂടി പറയാം. ഞാൻ ഈ പെരിയാറ് നീന്തി കിടക്കാൻ ഉള്ള കാരണം എന്താ ചോദിച്ചാൽ എൻ്റെ ഗുരു സജീവ് സാറാണ്. കാരണം എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒന്ന് പുഴയിൽ നീന്തി പഠിക്കണം എന്നുള്ളത്. അപ്പം ആ ആഗ്രഹം സാധിപ്പിച്ചു തന്നത് സജീവ് വാശി തന്നെ ഗുരു സാറാണ്. അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നീന്താൻ ആഗ്രഹമുണ്ടോ, ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പെരിയാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. പെരിയാറിലെത്തുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രക്കും വലിയ പുഴയിലാണ് എന്നെ നീന്താൻ കൊണ്ടുവന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ആരും വിചാരിച്ചു എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതാണ് ചോദിച്ചു. പിന്നെ എനിക്ക് ആദ്യം ചെറിയൊരു പേടിയുണ്ടായിരുന്നു, എങ്ങനെ ഞാൻ നീന്തി കിടക്കും, കാരണം ഞാൻ എങ്ങനെയാണല്ലോ, അപ്പോൾ എങ്ങനെ ഞാൻ നീന്തി കിടക്കുമെന്ന് പറഞ്ഞു. അത് നീന്തി കിടക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. ഏറ്റവും വലിയ ഉദ്ദേശം എൻ്റെ സാറേ ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് നീന്താൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും എന്തുകൊണ്ട് നീന്താൻ പറ്റിക്കും എന്നുള്ള സന്ദേശം ലോകത്തിന് കൈമാറുന്ന ഉദ്ദേശമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഭയങ്കര ഷോക്കായി, എങ്ങനെ അപ്പം നീന്താനുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം സാറ് പറഞ്ഞു, നീ ധൈര്യമായിട്ട് ചാടിക്കോ, ഞാൻ അങ്ങ് കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും നോക്കില്ല, അങ്ങ് ചാടി. ആദ്യത്തെ 2-3 ഒരാഴ്ച പെരിയാറിലെ അതിമനോഹരമായിട്ടുള്ള വെള്ളം കുടിക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പം കുടിച്ച് ഒരു പരിവായപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. പിന്നെ സാറ് പിന്നെയും ട്രെയിനിങ് എടുത്തു. സാറ് ഞാൻ തള്ളുന്ന സമയത്തൊക്കെ സാറ് പറയും, നിനക്ക് പറ്റും, നീ ഇങ്ങനെ ആയപ്പോൾ നിനക്ക് പറ്റും എന്ന് പറയും. അങ്ങനെ ഒരുപാട് കോൺഫിഡൻസ് തരും. സാറിൻ്റെ ആത്മവിശ്വാസം കൊണ്ട് എനിക്കും വലിയൊരു ആത്മവിശ്വാസം കിട്ടും. അങ്ങനെയാണ് 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് പെരിയാറ് ക്രോസ് ചെയ്യാൻ പറ്റിയത്. ഈ ആസിം എത്ര ഉന്നതങ്ങളിലേക്ക് വളരുമ്പോഴും അഭിമാനത്തോടു കൂടി സുപ്രഭാതം ദിനപത്രത്തിന് ആസിമിൻ്റെ സുപ്രഭാതം ദിനപത്രമാണ് ആസിമിൻ്റെ വാർത്ത ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ ആസിമേ? അതെ, അതുകൂടി പറയാം. ഞാൻ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ ആദ്യം സപ്പോർട്ട് ചെയ്തൊരു പത്രം അത് സുപ്രഭാതമാണ്. വലിയ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ആസിം ഇവരോട് ഈ പ്രതിസന്ധികൾ മറികടക്കാനും അതോടൊപ്പം തന്നെ മുന്നിലുള്ള കബന്ധങ്ങളൊക്കെ മറികടക്കാൻ ഞങ്ങളൊക്കെ യുവാക്കളാണ്, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വാക്ക് കൂടി, എന്താവണം നമ്മുടെ കാഴ്ചപ്പാട്, എന്താവണം നമ്മുടെ നിശ്ചയദാർഢ്യം, നമുക്കെങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം, ഇത് സംബന്ധിച്ച് കൂടി ആസിം ഒന്ന് പറയാം. നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണോ? അപ്പം എന്തായാലും ഇവിടെ SSLC റിസൾട്ട് വന്നവരൊക്കെ ആരൊക്കെ ഉണ്ട്? ആരെങ്കിലും ഉണ്ടോ? കൈയൊന്നിച്ചോ, ധൈര്യം ഒന്നിച്ചോ. ഞാനും പൊന്തിക്കാനുള്ളതാണ്, എനിക്ക് പൊന്തിക്കാൻ ഇല്ലാത്തോണ്ടാ ഇല്ലേ? അല്ല, എത്ര ആൾക്കാർക്ക് ഫുൾ A+ ഉണ്ട്? ഇത്ര ആൾക്കാർക്കുണ്ടോ? അത് ഉഷാറായിട്ട് നോക്കിക്കോളൂ, ആരും പേടിക്കൊന്നും വേണ്ട. ഫുൾ A+ ഇല്ലാത്തവർ എത്ര പേരുണ്ട്? ഉണ്ടാ? അപ്പോൾ എനിക്കും സന്തോഷമായി, കാരണം ഞാനും പറഞ്ഞില്ലല്ലോ. എന്നോട് എൻ്റെ ഫ്രണ്ട്സുകൾ ഇന്നലെ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകളോട് ഞാൻ ചോദിക്കും,
നിങ്ങൾ എത്ര എ പ്ലസ് കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറയും. അപ്പോൾ അവരെന്നോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര കിട്ടി പറയും. ഞാൻ പറയും എനിക്ക് നിങ്ങളുടെ പകുതി കിട്ടിയെന്ന് പറയും. അപ്പം എന്തായാലും എല്ലാവരും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തരാണ്. വ്യത്യസ്തമായിട്ടുള്ള കുറവുകളും കഴിവുകളും ഒക്കെ ഉള്ളവരാണ്. അതിൽ നമ്മൾ നമ്മുടെ കഴിവിനെ മാത്രം പ്രൊമോട്ട് ചെയ്യുക. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിലേക്ക് മറ്റുള്ളവർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയോ എല്ലാവരും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടാതെ പോയതുകൊണ്ട് ചിലപ്പോൾ അതിന് പിന്നിൽ വലിയൊരു നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ചെറിയൊരു തുടക്കമായിരിക്കും നമുക്ക് തോൽവി എന്ന് മാത്രം കണ്ടാൽ മതി. പിന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് അത് നമ്മൾ തന്നെ പോകണം. നമുക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രശസ്തരായ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഉണ്ടാവും. ഇപ്പം ഒരുപാട് ലോകത്തിലെ ഏറ്റവും നല്ലൊരു ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ ഹോക്കിൻസ്. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകൾ കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹമായിരുന്നു ലോകം മൊത്തം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ആ ഒരു നിലയിൽ വരെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എത്രത്തോളം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ എത്ര നിസ്സാരമായിട്ട് സാധിക്കും എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടായാൽ മതി നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താം. നമുക്ക് എന്തൊരു പ്രയാസം വരുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കാട്ടിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ ആ ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയത്തും അവർ മുന്നോട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം അവരിലേക്ക് നോക്കുമ്പം നമുക്ക് തോന്നും ഒന്നും അല്ലാന്ന്. അപ്പോൾ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് തോന്നും. ഇനി ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാവരും എൻ്റെ കൂടെ പറയോ? റെഡിയാണോ? ആണോ? എന്നാലും എല്ലാവരും ഒന്ന് നെഞ്ചിൽ കൈവച്ച. നല്ല ചിന്ത. എല്ലാവരും ഒന്നും പറഞ്ഞ നല്ല ചിന്ത, നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി. നല്ല കേരളീയൻ, നല്ല കേരളീയൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല ഇന്ത്യക്കാരൻ, നല്ല പൗരൻ. നല്ല വാക്കാണല്ലേ? നമുക്ക് നല്ല ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല വാക്ക് പറയുന്നത്. നമ്മൾ നല്ല വാക്ക് പറയുമ്പോഴാണ് നമുക്ക് നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല കേരളീയനും നല്ല ഇന്ത്യക്കാരനും നല്ല പൗരനുമായി തീരുന്നത്. അതിലൂടെ നമുക്ക് വിജയങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇന്നത്തെ ഏറ്റവും വലിയ എൻ്റെ മോട്ടിവേഷൻ ആരാണെന്ന് പറയണോ? എനിക്ക് ഈ മൈക്ക് പിടിച്ച് തരുന്ന ഈ ഒരു വ്യക്തിയാണ്. അറിയോ? ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. കാരണം എന്താ അറിയോ? ഇത്രയും നേരം എനിക്ക് മനസ്സിൽ വലിയ ദേഷ്യം കഴിക്കും. ക്ഷമയോടെ പിടിച്ചു നിന്ന മൈക്ക് പിടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വലിയൊരു മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ. അദ്ദേഹത്തെ എത്ര നേരം ബുദ്ധിമുട്ടിച്ചിട്ടും ഉള്ളിൽ സങ്കടം ഉണ്ടായിരിക്കും അദ്ദേഹം അത് മറച്ചു വെച്ചുകൊണ്ട് എനിക്ക് പിടിച്ചെന്ന് അദ്ദേഹത്തിന് നിങ്ങൾ വലിയൊരു കയ്യൊടി കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും നാളെയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കണം. പിന്നെ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അതിലേക്ക് പറക്കാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. ഇതൊന്നുമല്ല ആസിം, പാട്ട് പാടുന്ന, ഫുട്ബോൾ കളിക്കുന്ന ഒക്കെയാണ് ആസിം. അതോടൊപ്പം തന്നെ അംഗപരിമിതരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി സ്വന്തമായിട്ടൊരു ഓഫീസും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് അതിന് ചെയർമാനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആസിം കൂടിയാണ്.